ഇപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക ഞാൻ 30 ഡേയ്സ് കണ്ടിന്യൂസ് വാക്ക് ചെയ്യുന്നതാണ് ചലഞ്ച് എന്നാണ്. 30 ഡേയ്സ് ചലഞ്ച് എന്ന് പറയുന്നത് ശരിക്കും 30 ഡിഫറെൻറ്റ് ടാസ്കുകൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. എനിക്ക് തന്നെ 30 ഡിഫറെൻറ്റ് ചലഞ്ചസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യുക, പിന്നെ അത് കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ വാക്കിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ 20 മിനിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിപ്പം ഓൾമോസ്റ്റ് ഒരു 1 അവർ വരെ ഡെയിലി നടക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ചെയ്ത ടാസ്ക് ആയിരുന്നു ബുക്ക് റീഡിംഗ് എന്നുള്ളത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കമ്മിങ് ഡേയ്സിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഷ് നമ്മൾ നല്ല സെറ്റായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ കറി പിടിയുടെ കൂടെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ മമ്മി രാവിലെ ചിക്കൻ പിടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഡിഷ് നല്ല സെറ്റായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ കുറച്ചുകൂടി നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആ ചലഞ്ച്. അപ്പം പിന്നീട് കൂടി ചിക്കൻ കറി കഴിച്ച് ടാസ്ക് കംപ്ലീറ്റായി. ഇനിയിപ്പോൾ നെക്സ്റ്റ് 30 ഡേയ്സിലെ ചലഞ്ചിൽ അടുത്ത ചലഞ്ചായിട്ട് നമുക്ക് വീണ്ടും കാണാം.